ഹ്യൂമിലിയേഷൻ അറ്റ് ഇറ്റ്സ് പീക്ക്. അതിൽ കൊള്ളുന്ന എനിക്ക് ഈ മാച്ചിനെ കുറിച്ച് പറയാനായിട്ടില്ല. 3-0 ബ്രിഡ്ജിൽ ഔട്ട് ക്ലാസ് ചെയ്തു. ഇഫ് യു ആർ എ ബാർസലോണ ഫാൻ, ഇന്നലത്തെ മാച്ചിൽ ലാസ്റ്റ് 15 മിനിറ്റ്സ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ലക്കിയാണെന്ന് പറയേണ്ടി വരും. കാരണം ലാസ്റ്റ് 15 മിനിറ്റ്സ് നമ്മുടെ പ്രൈം ബാർസലോണയിൽ നമ്മൾ ഒപ്പോണൻറ്റിനായിട്ട് വട്ടം കളിക്കാറില്ല, ടിക്കിട്ടാക്ക കളിച്ച്. അത് നമുക്ക് അഗേൻസ്റ്റ് ചെൽസി ചെയ്തു. നമ്മളൊക്കെ അഗേൻസ്റ്റ് ചെൽസി നമ്മുടെ പ്ലേയേഴ്സിനെ ബോൾ കിട്ടാതെ ഒന്ന് ഫൈനൽ വിസിൽ അടിക്കുമോ എന്നുള്ള രീതിയിൽ നമ്മുടെ പ്ലേയേഴ്സിനെ ആക്കി. ഹ്യൂമിലിയേഷൻ, റിസൾട്ടിനേക്കാളും ഹ്യൂമിലിയേഷൻ ആയിരുന്നു ലാസ്റ്റ് 15 മിനിറ്റ്സ്. ഒന്നും പറയാനില്ല. ആൻഡ് റൊണാൾഡോ അറോഹോ, മാൻ, യു ആർ അവർ ക്യാപ്റ്റൻ. എത്ര നാൾ ഞങ്ങളിങ്ങനെ ബാക്കി, എത്ര മിസ്റ്റേക്സ് ആണ് വരുത്തുന്നത്. ഇന്റർ മിലാൻ മാച്ച് ലാസ്റ്റ് സീസൺ പോട്ടെ, PSG മാച്ച്, എൽ ക്ലാസിക്കോ, ഇപ്പം എന്തേ ഈ മാച്ചിൽ ഫസ്റ്റ് യെല്ലോ കാർഡ് അനാവശ്യമായിട്ട് റെഫറി ആയിട്ട് പോയി തർക്കിച്ചു യെല്ലോ കാർഡ് വാങ്ങിക്കുന്നു. ആൻഡ് യു ആർ ഓൺ ആൻ യെല്ലോ, ക്യാപ്റ്റനാണ്, കോമൺ സെൻസ് ഉപയോഗിച്ചൂടെ. അവിടെ കുക്കറേനെ ഒരിക്കലും ബോൾ എടുക്കാൻ പറ്റത്തില്ല. അവിടെ കുക്കറയാണ് ഫേവറേറ്റ്. എന്തിന് ടാക്കിൾ ചെയ്യാൻ പോകുന്നു? ഒന്നെങ്കിൽ ആ വിൻവിനായിട്ട് റണ്ണ് നടത്തിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കിലോട്ട് റൺ എടുത്ത് എന്തിനാണ് ടാക്കിൾ ചെയ്യാൻ പോകുന്നത്? കോമൺ സെൻസ് യൂസ് ചെയ്തില്ല. 18 വയസ്സുകാരനായ കുബാർസിക്ക് അറോഹയിലും കോമൺ സെൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടല്ലോ ഗെയിമിൽ. എന്തുകൊണ്ട് ചോദിക്കേണ്ട കാര്യമാണത്. അറോഹോൻ എന്തുകൊണ്ട് ഇങ്ങനത്തെ ബിഗ് മാച്ചിലോട്ട് വരുമ്പോൾ ബേസിക് കോമൺ സെൻസ് പിച്ചിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല? ആൻഡ് ഇന്നലത്തെ ലൈനപ്പിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേ എനിക്ക് ചോദിക്കാനായിട്ടുള്ള ഇതാണ്, ഫെറാൻ ടോറസിനെ എന്തിന് ലെഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യും? നോക്കിയ ഫെറാൻ നല്ലൊരു ഗോൾ അടിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ റാഷ്ഫോർഡ് ആണ് ഒരു വിങ്ങർ, റഫീന വിങ്ങർ, ഇവർ രണ്ടുപേരും ബെഞ്ചിലുണ്ട്. ഓക്കെ, റഫീന ഫിറ്റ് അല്ല സ്റ്റാർട്ട് ചെയ്യാൻ. റാഷ്ഫോർഡ് എന്ന് പറയുന്ന ഒരു വിങ്ങർ ബെഞ്ചിലുണ്ട്. എന്തുകൊണ്ട് ആ ടച്ച് ലൈൻ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ സാധിച്ചില്ല? എന്തിനാ ബാൾഡേനെ കംഫർട്ടബിളി ഗുസ്തോയും എസ്തിവാവോനെ ചേർന്ന് മാർക്ക് ചെയ്യുമായിരുന്നു. കാരണം ഫെറാൻ എപ്പോഴും ഇൻവേർട്ട് ചെയ്ത് സെൻട്രലിൽ കയറാൻ നോക്കുകയാണ്. ഫെറാൻ്റെ ഭാഗത്തുനിന്ന് പിച്ച് സ്ട്രെച്ച് ചെയ്യുന്ന ഒരു എഫേർട്ടും കിട്ടുന്നില്ല. കംഫർട്ടബിളി ഗുസ്തോയും എസ്തിവാവും കൂടെ ഡിഫെൻസീവ്ലി ബാൾഡേനെ ഗെയിമിൽ നിന്ന് ഔട്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. സോ റാഷ്ഫോർഡിനെ പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഫെറാനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് റൊണാൾഡോ അറോഹോനെ CB ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കറിയത്തില്ല ഇങ്ങനത്തെ ബിഗ് മാച്ചസിൽ റൊണാൾഡോ അറോഹോനെ എന്ത് വിശ്വസിച്ചാണ് ഈ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം കുബാർസി ആൻഡ് റൊണാൾഡോ അറോഹോ സെൻറ്റർ ബാക്ക് ഡ്യൂയോ കംഫർട്ടബിൾ അല്ല. അവർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നല്ലപോലെ ഉണ്ട്. ഞാൻ ഈ പോർഷനിൽ ടൈം സ്റ്റാമ്പ് എടുത്തുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഒരു 2-3 മിനിറ്റ് മേ ബി എൻ്റെ ഒരു ഒപ്പീനിയൻ ഓൺ ദിസ് ഞാൻ പറയുന്നുണ്ട്. ഞാൻ ആദ്യം മാച്ചിനെ കുറിച്ച് ഫോക്കസ് ചെയ്യാം, എന്നിട്ട് അതിലോട്ട് പറയാം. സോ ഈ ഒരു സെൻറ്റർ ബാക്ക് ഡ്യൂയോ കൺസേണിങ് ആണ്. ആൻഡ് എറിക് ഗാർഷ്യനെ CDM കളിപ്പിക്കുന്നു. ഓക്കെ, ആൾ നല്ലപോലെ ഈ സീസൺ കളിക്കുന്നുണ്ട്. ഇന്നലത്തെ മാച്ച് മോശമായിരുന്നു പറഞ്ഞാലും CDM ഇറക്കുന്ന ഒരു സിനാരിയോ വരുവാണ്. പക്ഷേ കസാഡോ ബെഞ്ചിലുണ്ട്, ബെർണാല് ബെഞ്ചിലുണ്ട്. എന്തുകൊണ്ട് എറിക് ഗാർഷ്യനെ CB ആക്കി കൂടെ എന്ന് ചോദിക്കേണ്ടി വരും. ആൻഡ് മാച്ചിൻ്റെ തുടക്കത്തിൽ അപ്പുറത്ത് ചെൽസി ഇറക്കിയ ലൈനപ്പ് നിങ്ങളൊന്ന് നോക്കുക. ഓടെ സൂപ്പർ ബിലവാണല്ലേ. അവർ ജാവ് പെഡ്രോനെയും ഡെലാപ്പിനെയും പുള്ളി ബെഞ്ച് ചെയ്തു. ആൻഡ് എസ്തിവാവോ, പെഡ്രോനെറ്റോ, ഗർണാച്ചോ ഫ്രണ്ട് 3 ആയിട്ട് റീസ് ജെയിംസിനെ മിഡ്ഫീൽഡിലോട്ടും കയറ്റി. അതിന് ഇന്നലെ കൈസിയുടെ മാൻ, ഇത് ഉള്ളതാണ് കേട്ടോ, ഈ ഒരു പിക്ചർ സത്യമാണ്. ഫ്രാങ്കിനെയും ഫെർമിനെയും എറിക് ഗാർഷ്യനെയും മിഡ്ഫീൽഡ് ഇല്ലാതാക്കി കൈസിഡോ. ചെൽസി മോമെന്റ്സ് സെലക്ട് ചെയ്ത് പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്തു. അവർ അഗ്രസീവ് പ്രസ് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഹെഡ്ലെസ് ചിക്കൻ പോലെ ചുമ്മാ ഓടിയായിരുന്നു പ്രസ് ചെയ്യാന്നല്ല, മോമെന്റ് സെലക്ട് ചെയ്ത് പ്രസ് ചെയ്തു നമ്മുടെ പ്ലേയേഴ്സിൻ്റെ കയ്യിൽ. ആൻഡ് അറോഹോ ഇന്നലെ ബോൾ കാലിൽ കിട്ടുമ്പോൾ എല്ലാം ഗ്ലോറി പാസിന് നോക്കി നേരെ ചെൽസി പ്ലേയേഴ്സിൻ്റെ കാലിലോട്ട് ഇട്ട് കൊടുക്കുന്നു. അറോഹോ റെഡ് കാർഡിന് മുമ്പ് തന്നെയാണെങ്കിലും വിത്ത് ദ ബോൾ പുള്ളി എന്തിന് എപ്പോഴും ഈ ഗ്ലോറി പാസിന് വേണ്ടി നോക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് മാച്ചിൻ്റെ സ്റ്റാർട്ടിൽ 6-ാം മിനിറ്റിൽ ഫെറാൻ ടോറസിന് കിട്ടിയ ചാൻസ്, ലാസ്റ്റ് PSG മാച്ചിൽ നമ്മൾ തോറ്റപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഫെറാൻ ഒരു അവസരം കിട്ടി. ഈ 2 മാച്ചിലും നമ്മളെ ഒപ്പോണന്റ് ഔട്ട് ക്ലാസ് ചെയ്തു. പക്ഷേ നമുക്ക് ലീഡ് എടുക്കാൻ കിട്ടിയ 2 ചാൻസുകൾ. ഈ ഫെറാൻ ടോറസ് PSG അഗേൻസ്റ്റുള്ള മിസ്. ഇന്നലത്തെ മാച്ചിൽ ഹൗ ക്യാൻ ഈ മിസ്? ആ ടാർഗറ്റ് പോലും പുള്ളി അവിടെ നിന്ന് അടിക്കുന്നില്ല. മാച്ച് കൺസേണിങ് അത് അവിടെ കയറുമായിരുന്നെങ്കിൽ നമ്മൾ ജയിക്കുമായിരുന്നല്ല, ബട്ട് ഹൂ നോസ് എന്ന് നമുക്ക് വേണേൽ പറയാം. അതിന് എടുത്തു പറയേണ്ട കാര്യം, മാച്ചിൽ ആദ്യത്തെ 2 ഗോളുകൾ കോൾ ഓഫ് ചെയ്തു. ഒന്നാണെങ്കിൽ ഫൊഫാനയുടെ ഹാൻഡ് ബോൾ കാരണം കോൾ ഓഫ് ചെയ്യുന്നു. രണ്ടാമത്തേതും മറ്റൊരു ഫ്രീ കിക്ക്. എല്ലാം സെറ്റ് പീസിലൂടെയാണ് ഓർക്കണേ. സെറ്റ് പീസ് സിനാരിയോയിലൂടെ ക്രോസ് ബോക്സിലോട്ട് വന്ന് ചലബ ഓഫ് സൈഡ് പൊസിഷനിൽ നിന്ന് ഗെയിമിൽ ഇന്റർഫിയർ ചെയ്യുന്നതുകൊണ്ട് ആ ഗോളും കോൾ ഓഫ് ചെയ്യുന്നു. ഓക്കെ, ലക്ക് നമ്മുടെ ഭാഗത്താണ്. വീണ്ടും ഒരു സെറ്റ് പീസ് കോർണർ കിക്കിലൂടെയാണ് അവർ ലീഡ് എടുക്കുന്നത്. ഷോർട്ട് കോർണർ എസ്തിവാവ് എടുക്കുന്നു, കുക്കറേനെ ഫൈൻഡ് ചെയ്യുന്നു. ആൻഡ് കുക്കറേനെ അവിടെ ഓഫ് സൈഡ് ട്രാപ്പിലാക്കാൻ നോക്കുകയാണ്, ആവുന്നില്ല. ആൻഡ് കുക്കറയുടെ ക്രോസ് ബോക്സിലോട്ട് വരുമ്പോഴേക്കും അവിടെ ഫെറാൻ വന്ന് ബ്ലോക്ക് ചെയ്യുന്നത് കുണ്ടയുടെ കാലിലിടിച്ച് കയറുകയാണ്. അവർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ക്ലിയർലി ആണ് അവിടെ ക്ലിയർ ചെയ്യുന്ന കാര്യത്തിൽ. 2 സെയിം ടീം പ്ലേയേഴ്സ് തമ്മിലാണത്. ഫെറാൻ ബ്ലോക്ക് ചെയ്ത സാധനമാണ്, കുണ്ടയടിച്ച് കയറ്റുകയാണ്. 1-0 ലീഡ് എടുക്കുന്നു. പിന്നീട് നമ്മൾ കണ്ടത് കംപ്ലീറ്റ് ഡോമിനേഷൻ ഫ്രം ചെൽസിയാണ്. കംപ്ലീറ്റ്ലി നമ്മൾ ഔട്ട് ക്ലാസ് ചെയ്യുകയാണ് ചെൽസി, പറയാതിരിക്കാൻ വയ്യ.
ആൻഡ് ആ റെഡ് കാർഡ് സിറ്റുവേഷൻ ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ് വരും. ആൻഡ് മാച്ചിന് ശേഷം കുറച്ച് വിവാദം ഉണ്ടാക്കത്തക്ക രീതിയിൽ സാഞ്ചസ് കുറച്ച് കമൻസ് പാസ് ചെയ്തു. പക്ഷേ ഈ ഒരു കമൻറ്റ് കുക്കറെ ഇന്നലെ യമാലിനെ പോക്കറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഞാൻ 100% അഗ്രി ചെയ്യുന്നു. ഇന്നലെ കുക്കറെ ഗെയിമിൽ നിന്ന് യമാലിനെ കംപ്ലീറ്റ്ലി ഔട്ടാക്കി. അതിന് എടുത്തു പറയേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ യമാൽ എന്തെങ്കിലും മാജിക്ക് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് ഓർത്ത് നിൽക്കാനായിട്ട് പറ്റത്തില്ല. കാരണം അപ്പുറത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് നത്തിങ് വാസ് കമ്മിങ്. കംഫർട്ടബിളി ഗുസ്തോയും എസ്തിവാവോയും കൂടെ ഗെയിമിൽ നിന്ന് ഔട്ടാക്കുമായിരുന്നു ബാൾഡേനെ പിച്ച് സ്ട്രെച്ച് ചെയ്യുന്ന കാര്യത്തിൽ. അങ്ങനെ അവിടുന്ന് ഫെറാൻ ടോറസ് ഇൻവേർട്ട് ചെയ്ത് സെൻട്രലിൽ എന്തൊക്കെയോ കാണിക്കാൻ നോക്കുന്ന ഒന്നും വരുന്നില്ല. ലെവൻഡോസ്കിയുടെ ഭാഗത്തുനിന്ന് ഒരു ലീഡർഷിപ്പ് നമ്മൾ ഇന്നലെ ഒന്നും കണ്ടില്ല. മിഡ്ഫീൽഡ് ശരിക്കും ഞാൻ ഈ പ്രീ മാച്ച് പറഞ്ഞ കാര്യം, മിഡ്ഫീൽഡ് നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ ഈ കളിക്കുന്നതിൽ അർത്ഥമില്ല. അത് തന്നെയാണ് സംഭവിച്ചത്. ഡിയോങ് ഓഫായിരുന്നു, ഫെർമിൻ ഓഫായിരുന്നു, എറിക് ഗാർഷ്യ ഓഫായിരുന്നു. ഇവരെ ഓഫാക്കി ഇവരെ. കൈസിയോടോ ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എൻസോ ഫെർണാണ്ടസിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് ആയിരിക്കും എന്ന് എനിക്കൊരു ഫീൽ ഉള്ള കാര്യം ഞാൻ പ്രീ മാച്ചിന് മുമ്പ് ഉള്ള ഡിസ്കഷനിൽ പറയുകയും ചെയ്തു. കാരണം അത് തന്നെ സംഭവിച്ചു. കാരണം നമ്മുടെ മിഡ്ഫീൽഡ് ഓഫ് ആവുകയാണെങ്കിൽ എൻസോയുടെ മാസ്റ്റർ ക്ലാസ് ആവുമെന്ന് ഓൾമോസ്റ്റ് ഷുവർ ആയിരുന്നു. അത് തന്നെ സംഭവിച്ചു. എൻസോ ഫെർണാണ്ടസ്, അതുപോലെ തന്നെ റീസ് ജെയിംസ്. സെക്കൻഡ് ഹാഫിൽ പുള്ളി മാലോ ഗുസ്തോ യെല്ലോ കാർഡിലാന്ന് കണ്ടുകൊണ്ട് റീസ് ജെയിംസിനെ റൈറ്റ് ബാക്ക് ആക്കുകയും ആൻഡ്രേ സാന്റോസിനെ പുള്ളി മിഡ്ഫീൽഡിലോട്ട് കൊണ്ടുവരികയും ചെയ്തു. അനദർ ടീനേജർ പുള്ളി വന്ന് അന്യായ പ്രവർത്തനമാണ് ആൻഡ്രേ സാന്റോസ് നേരെ മിഡ്ഫീൽഡിൽ കൊടുത്തു. സ്റ്റെപ്പ് അപ്പ് ചെയ്യാണ്. ആൻഡ്രേ സാന്റോസ് മിഡ്ഫീൽഡിലോട്ട് വന്നപ്പോൾ ഈക്വലി ഗുഡ്. ആ മൂന്നാമത്തെ ഗോൾ അതിലോട്ട് വരുമ്പോഴേക്കും ആൻഡ്രേ സാന്റോസ് റൈറ്റ് ബാക്ക് റോളിലോട്ട് മാറിയിട്ട് റീസ് ജെയിംസിനെ നമുക്ക് മിഡ്ഫീൽഡിൽ കണ്ടു. റൈറ്റ് ബാക്ക് റോളിൽ നിന്ന് വന്നാണ് ആൻഡ്രേ സാന്റോസ് ആ ബോൾ വിൻ ചെയ്തത് മൂന്നാമത്തെ ഗോളിൽ. സോ അവിടെ ഇന്റർചേഞ്ച് നടക്കുന്നു. ആൻഡ്രേ സാന്റോസ്, വാട്ട് എ പെർഫോമൻസ് ഫ്രോം ആൻഡ്രേ സാന്റോസ് കമ്മിങ് ഇൻ ടു ദാറ്റ് മിഡ്ഫീൽഡ്. റീസ് ജെയിംസ് വാട്ട് എ പ്ലെയർ അല്ലേ, ഒന്നും പറയാനില്ല. റീസ് ജെയിംസിന് ഏത് റോൾ കൊടുത്താലും കളിക്ക് ആർഗ്യൂബിളി വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് റൈറ്റ് ബാക്ക്. ബട്ട് മിഡ്ഫീൽഡിലും ആൾ കംഫർട്ടബിൾ. അതിന് ഇന്നലെ സാഞ്ചസിന്റെ ബോൾ ഡിസ്ട്രിബ്യൂഷൻസ് വേറെ ലെവലായിരുന്നു. എനിക്കറിയത്തില്ല സാഞ്ചസ് ഇമാതിരി കൂളായത് എങ്ങനെയാണ്. ഞാൻ ചലബോ ഫൊഫാന സെൻട്രൽ ബാക്ക് ആയിരുന്നു. എനിക്ക് ഫൊഫാന ഈസ് ഗുഡ് എന്ന് എനിക്കറിയാം. ബട്ട് ചലബോ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് ഒപ്പോണന്റിനനുസരിച്ച് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് അപ്രിസിയേഷൻ കൊടുക്കേണ്ട കാര്യമാണ്. അതിന് രണ്ടാമത്തെ ഗോൾ വരുന്ന സിനാരിയോ എസ്തിവാവിന് മൊമെന്റ് ഓഫ് മാജിക്. രണ്ടാമത്തെ ഗോളിനാണ് ഞാൻ പറഞ്ഞ സാന്റോസ് ബോൾ വിൻ ചെയ്യുന്ന ഒരു സിനാരിയോ. അവിടെ ബോൾ ബാർസലോണയുടെ പ്ലേയേഴ്സിന്റെ കാലിൽ കിടന്ന ഒരു ബോൾ നേരെ ഫ്രാങ്കി ഡിയോങ് പാസ് ചെയ്യാൻ നോക്കുവാണ് റാഷോന്റെ കാലിലോട്ട്. അത് നേരെ വന്ന് ആൻഡ്രേ സാന്റോസ് ഇന്റർസെപ്റ്റ് ചെയ്യണം. അതാണ് പറയുന്നത് മൂവ്മെന്റ് സെലക്ട് ചെയ്ത് അവർ പ്രസ് ചെയ്യും, അവർ റീഡ് ചെയ്യും, അവർ മോർ ഫോക്കസ്ഡ് ആണ്. സിംപ്ലി എന്തുകൊണ്ട് അത് സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർ മോർ ഫോക്കസ്ഡ് ആണ്. സാർ ധാരാളം സിനാരിയോസ് ഉണ്ടായിരുന്നു ഇതുപോലെ. അവർ ഗെയിമിൽ കൂടുതൽ ഫോക്കസ്ഡ് ആണ്. ഫിസിക്കലി നമ്മളെക്കാൾ 2 പടി മുമ്പിലാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഫോക്കസ് എന്ന് പറഞ്ഞൊരു സാധനം അത് നമ്മുടെ പ്ലേയേഴ്സിനില്ല. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം, അത് ബോൾ വിൻ ചെയ്യുന്നു, നേരെ കമ്പൈൻ ചെയ്യുന്നു റീസ് ജെയിംസ് എസ്തിവാവോനെ ഫൈൻഡ് ചെയ്യുന്നു. അതിൻ്റെ എസ്തിവാവോ ബോളുമായിട്ട് കയറുന്നു, കുബാർസിനെ ബീറ്റ് ചെയ്യുന്നു, ബാൾഡേനെ ബീറ്റ് ചെയ്യുന്നു. ടൈറ്റ് ആംഗിളിൽ നിന്ന് ഒരു 1.5 ഷോട്ട് ജോൺ ഗാർഷ്യക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് 2-0 ലീഡ് എടുക്കുകയാണ്. ഡിസർവിങ്. ആൻഡ് എസ്തിവാവോ വില്യൻ ഫസ്റ്റ് ഹാഫിൽ ചില സിറ്റുവേഷൻസ് നമുക്ക് കോയറ്റാക്കാൻ സാധിച്ചെങ്കിലും പിന്നീട് ആൾ അഴിഞ്ഞാട്ടോ ആൾ ഡിഫെൻസീവ്ലി ഇന്നലെ ടീമിനെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. മോർ ദാൻ ദാറ്റ് അവർ എസ്തിവാവോനെ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഡിഫറൻസ് അതായിരുന്നു. യമാലിനെ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നേ ഇല്ലായിരുന്നു. അവർ എസ്തിവാവോനെ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. പെട്രോനെറ്റോ ഡ്രോപ്പ് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുന്നു, വലിക്കുന്നു. എൻസോ, കൈസിയോഡോ, റീസ് ജെയിംസ്, പെട്രോനെറ്റോ, ഗർനാച്ചോ ഇവരെല്ലാം ടീം വർക്ക് ചെയ്യണം. വി ഹാവ് ടു ഫൈൻഡ് എസ്തിവാവോ ഇൻ ബിഹൈൻഡ്. എസ്തിവാവോ 1 vs 1 സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. അതും അവർ മൊമെന്റ്സ് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലും ഫസ്റ്റ് ഹാഫിലും ലാസ്റ്റ് മൊമെന്റ്സിലൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തു. അവർ മോർ അസ് എ ടീം നമുക്ക് എങ്ങനെ എസ്തിവാവോനെ സ്പേസ് ഫൈൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരെ തിരിച്ച് യമാൽ എന്തേലും കാണിച്ചോളൂ, യമാലിന് ഒരുക്കി കൊടുക്കാന്നല്ല, യമാൽ എന്തേലും കാണിച്ചോളൂ എന്നുള്ളൊരു സിനാരിയോ. ആൻഡ് എസ്തിവാവോ ഇന്നലെ വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. ആ ഗോളും എല്ലാവരും റിയലി ത്രെട്ടായിരുന്നു. പുള്ളിയുടെ കാലിലോട്ട് ബോൾ വരുമ്പോൾ റിയലി ത്രെട്ട്. ഹീസ് എ ടാലന്റ് തന്നെയാണ്. ആൻഡ് മൂന്നാമത്തെ ഗോളും നമ്മൾ ഓഫ്സൈഡ് ട്രാപ്പ് സെറ്റ് ചെയ്യാൻ നോക്കുന്നു, ഫ്ലോപ്പ് ആവുന്നു. നേരെ എൻസോയിലോട്ട് ബോൾ വരുന്നു, എൻസോയുടെ കട്ട് ബാക്ക് ബോക്സിലോട്ട് വരുന്നു, ഈസിലി വന്നിട്ട് എല്ലാപ്പം ഫിനിഷ് ചെയ്യുകയാണ്. 3-0 ആവുകയാണ്. ഇതിനിടയ്ക്ക് സാന്റോസ് സ്കോർ ചെയ്തൊരു ഗോൾ ഓഫ് സൈഡ് ആവുകയാണ്. ആദ്യത്തെ ഹാഫിൽ 2 ഓഫ് സൈഡ് ഗോളുകൾ, പിന്നെ ചെൽസിക്ക് വേറെ 3-4 നല്ല സിനാരിയോസ് ഉണ്ടായിരുന്നു. സോ ഒരു ഹ്യൂമിലിയേഷനിലോട്ട് പോകാവുന്ന ഒരു മാച്ചായിരുന്നു. എന്തോ വായും കൊണ്ട് 3-0 ചെൽസി നിർത്തി. ആൻഡ് ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും വി ഹാവ് ടു സേ നമ്മൾ മാറി ചിന്തിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. സോ ടാക്ടിക്കലി ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല. മിഡ്ഫീൽഡ് ഫ്രാങ്കി ഡിയോങ് പക്ക ഫ്ലോപ്പായിരുന്നു ഇന്നലെ. ബാക്കിയല്ലേ നമ്മുടെ 3 പ്ലേയേഴ്സും ഫ്ലോപ്പായിരുന്നു. ആൻഡ് മിഡ്ഫീൽഡ് അവർ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. ഗെയിം അവരുടെ കയ്യിലോട്ടായി. നമ്മുടെ ഡിഫൻസും അറ്റാക്കേഴ്സും എല്ലാത്തിലും വിഷയമായിട്ട് പോകുന്ന മിഡ്ഫീൽഡ്. പെഡ്രി ഇല്ല എന്നുള്ളൊരു എക്സ്ക്യൂസ് ഇനി ഞാൻ പറയുന്നില്ല. കാരണം ചാവി പറഞ്ഞ പോലെ തന്നെ വിത്ത് പെഡ്രി വിത്തൗട്ട് പെഡ്രി ബാർസലോണ 2 ഡിഫറെൻറ്റ് ടീംസാണ്. പെഡ്രി ഉണ്ടായാലേ നമുക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സിനാരിയാണ്. ഇറ്റ്സ് ആൻ ഇഷ്യൂ, ബിഗ് ഇഷ്യൂ ആണ്, ഭയങ്കര വലിയ ഇഷ്യൂ ആണത്.
ഞാൻ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഞാൻ ഈ മൊമെന്റ് പറയാനായിട്ടിരുന്ന ഒരു കാര്യം, നമ്മുടെ ടീം സെലക്ഷൻ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പക്കായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ആവശ്യമുണ്ട് ഹാൻസി ഫ്ലിക്കിന്റെ ടീം ഇന്നലെ ഇറക്കിയതിനെ കുറിച്ച്. റഫീനെ ഓക്കെ ഫിറ്റ് അല്ല, ബട്ട് റാഷ്ഫോർഡ് വാസ് ഫിറ്റ് ടു സ്റ്റാർട്ട്. ചേഞ്ചുകൾ വരുത്തേണ്ടപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ബിഗ് മാച്ച് വീണ്ടും അറോഹുവിനെ സ്റ്റാർട്ട് ചെയ്യുന്നു? പിന്നെ എനിക്ക് ചോദിക്കാനായിട്ടുള്ള ഒരു കാര്യം, ബാർസ ഫാൻ, കുബാർസിനെ നമ്മൾ എന്തിനു വേസ്റ്റ് ചെയ്യുന്നു? എന്തിനു വേസ്റ്റ്? സോ നമ്മൾ ബാർസയുടെ പെർസ്പെക്റ്റീവ് ഞാൻ പറയാനായിട്ട് പോവുകയാണെങ്കിൽ, ലെഫ്റ്റ് സൈഡ് CB ആയിട്ട് ഇപ്പോൾ ആ ടീമിൽ കളിക്കാനാണ് ഏറ്റവും ബെസ്റ്റ് ജെറാർഡ് മാർട്ടിനാണ്. ഹാൻസി ഫ്ലിക്കിന്റെ സ്റ്റൈലിൽ വി നീഡ് ലെഫ്റ്റ് ഫുട്ടഡ് CB. ജെറാർഡ് മാർട്ടിനാണ് ഉള്ളതിലെ ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷേ ജെറാർഡ് മാർട്ടിനെ ലെഫ്റ്റ് സൈഡ് CB ആയിട്ട് പുള്ളി കളിപ്പിക്കണമെങ്കിൽ ബാളിലേക്ക് അവിടെ ഒരു റീപ്ലേസ്മെന്റ് വേണം. കാരണം ബാളിനെ നമുക്ക് ഫുൾ 90 മിനിറ്റ്സ് എല്ലാ മാച്ച് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്ലെയറാണ്, അതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചറി വരുന്ന പ്ലെയറാണ്. സോ ആ ഒരു സിറ്റുവേഷനിൽ ജെറാർഡ് മാർട്ടിനെ നമ്മൾ ലെഫ്റ്റ് സൈഡ് CB ആയിട്ട് കളിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് മിക്കപ്പോഴും ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഒരു ഫ്രഷ് ലെഗിനെ വേണ്ട ആവശ്യം വരും. കാരണം ഔട്ട് ആൻഡ് ഔട്ട് പിച്ച് റൺ ചെയ്യേണ്ട ഒരു പ്ലെയറാണ്. സോ ലെഫ്റ്റ് സൈഡ് CB കളിക്കുന്ന ഒരു പ്ലെയറിനെ ആ മാച്ചിന് പിടിച്ച് ലെഫ്റ്റ് ബാക്ക് ആക്കുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കത്തില്ല. ആ ഒരു മൊമെന്റിൽ തന്നെ വീണ്ടും നമ്മളൊരു CB പെയറിങ്ങിനെ മാറ്റേണ്ട ആവശ്യം വരും ആ മാച്ചിനെ ഇടയ്ക്ക് വെച്ച് തന്നെ, അല്ലെങ്കിൽ വേറൊരു മാച്ച് വെച്ച് തന്നെ. സോ ബാൾഡയ്ക്ക് പകരം ജെറാർഡ് മാർട്ടിൻ അല്ലാതെ മറ്റൊരു ലെഫ്റ്റ് ബാക്ക് ഓപ്ഷൻ നമുക്ക് വേണം. അവിടെയാണ് ജോഫ്രെ ടോറന്റിനെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ജോഫ്രെ ടോറന്റിന്റെ സീസൺ സ്റ്റാർട്ടിൽ പ്രീ സീസൺ കാണുന്നു, ആദ്യത്തെ ഒരു മാച്ച് കാണുന്നു, പിന്നെ കണ്ടിട്ടില്ല. ഫ്ലിക്ക് എന്തുകൊണ്ട് യങ്സ്റ്റേഴ്സ് മിസ്റ്റേക്സ് വരുത്ത റൺ ഓഫ് ഗെയിംസ് കൊടുത്താലല്ലേ അവർ ഗെയിമിലോട്ട് വരത്തുള്ളൂ. ചാവി ഈ ബാൾഡേനെ ആണെങ്കിലും ഫെർമിനെ ആണെങ്കിലും കുബാർസിനെ ആണെങ്കിലും യമാലിനാണെങ്കിലും ഇവരെല്ലാം വന്ന മാച്ചോട്ട് സ്റ്റൈൻ ചെയ്യാറുന്നതല്ല. ഇവർ സ്റ്റാർട്ട് ചെയ്ത മാച്ചുകൾ നമ്മൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളി ആ റിസ്ക് എടുത്ത് ബിൽഡ് ചെയ്തു. സോ അതാണ് ഞാൻ പറയുന്നത്, ജോഫ്രെ ടോറന്റിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത്. കാരണം ജനുവരി നമ്മൾ ഒരു അഡീഷൻ വരുത്താൻ പോകുന്നില്ല. ജോഫ്രെ ടോറന്റിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് ഒക്കെ കൊടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആ ഒരു റിസ്ക് എടുത്തേ പറ്റൂ. കാരണം സെൻട്രൽ ബാക്ക് നമ്മൾ ഓൾറെഡി ഗോൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ അറോഹോ കുബാർസി ലെഫ്റ്റ് സൈഡ് CB ഒട്ടും കംഫർട്ടബിൾ അല്ല. റൈറ്റ് സൈഡ് CB നമ്മൾ കണ്ടു കഴിഞ്ഞ മാച്ചിൽ ചെക്കൻ താർത്ത്. വേറൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്, കുബാർസി ഒരു കളിയിൽ റൈറ്റ് സൈഡ് CB കളിക്കുന്നു, അടുത്ത കളിയിൽ ലെഫ്റ്റ് സൈഡ് CB കളിക്കുന്നു. ഒരു മാച്ചിനിടയിൽ തന്നെ ഫസ്റ്റ് ഹാഫ് റൈറ്റ് സൈഡ് CB കളിക്കുന്നു, സെക്കൻഡ് ഹാഫ് ലെഫ്റ്റ് സൈഡ് CB കളിക്കുന്നു. ഡു യു തിങ്ക് അവൻ്റെ പ്രോഗ്രഷനെ അത് ബാധിക്കുമല്ലേ? ലാസ്റ്റ് ഗെയിം റൈറ്റ് സൈഡ് CB ആയിട്ട് അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്ക് എഗൈൻസ്റ്റ് ഹി വാസ് സോ ഗുഡ്. ഇന്നലെയാണ് ലെഫ്റ്റ് സൈഡ് CB പുള്ളി മോശമായിരുന്നല്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കളിച്ചുള്ളി. പക്ഷേ ഒരു പ്ലെയറിൻ്റെ ഗ്രോത്തിനെ അത് ഡെവലപ്പ് ചെയ്യുന്ന ഇതിനെ ബാധിക്കില്ല. കാരണം നിങ്ങൾ നമ്മുടെ കേസ് തന്നെ ഓർത്ത് ഒരു ലെഫ്റ്റ് സൈഡ് CB റൈറ്റ് സൈഡ് CB ലെഫ്റ്റ് സൈഡ് CB റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ലോ ബ്ലോക്ക് കളിക്കുന്ന ടീമാണോ അതല്ല എക്സ്ട്രാ അഗ്രസീവ്ലി ഹൈലൈൻ കളിക്കുന്ന ഒരു ടീമാണ് ബാർസലോണ, ഹൈലൈൻ കളിക്കുന്ന ഒരു ടീം. സോ ആ ഒരു പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെൻ്റലി ഭയങ്കര ട്രെയിനിങ് ആണ്. ഇനീഗോ മാർട്ടിനസ് തന്നെ പറഞ്ഞു, ഹൂസ് ആൻ എക്സ്പീരിയൻസ് പ്ലെയർ. സോ ഒരു 19-18 വയസ്സുള്ള കുബാർസിയുടെ കാര്യം എന്ന് ഓർത്തേ, അത്രയും എക്സ്പീരിയൻസ്ഡ് ആയി ഇനീഗോ മാർട്ടിനസിന് മെൻ്റലി ഇത്രയും സ്ട്രെയിനിങ് ആണെങ്കിൽ പുള്ളി ലെഫ്റ്റ് സൈഡ് CB കളിച്ചിട്ട് സ്ട്രെയിനിങ് ആണെന്ന് പുള്ളി പബ്ലിക്കലി പറഞ്ഞു ഇപ്പം. സോ റൈറ്റ് സൈഡ് CB ആയ 18 വയസ്സുകാരനായ കുബാർസി ലെഫ്റ്റ് സൈഡ് CB ഇട്ട് അത്രയും ഹൈ അഗ്രസീവ് ഹൈലൈൻ കളിക്കുന്ന ഒരു ടീമിൽ ആ ഒരു പ്ലെയറിന് മെൻ്റലി എന്തുമാത്രം ഫ്രസ്ട്രേറ്റിംഗ് ആയിരിക്കും അത്. സോ അതാ പറഞ്ഞത്, നമ്മൾ അറോഹുവിനെ കളിപ്പിക്കുമ്പോഴും മറ്റുമെല്ലാം നമ്മൾ ഗോൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ സെൻട്രൽ ബാക്കിൽ റിസ്ക് എടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും സേഫാണ് വിങ് ബാക്സ് റോളിൽ റിസ്ക് എടുക്കുന്നത്, സെൻട്രൽ ബാക്സ് റോളിനേക്കാളും. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജോഫ്രെ ടോറൻ്റെ എത്രയും പെട്ടെന്ന് ടീമിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തില്ലെങ്കിൽ ഗോയിൻ ടു ബി കാണാം. കാരണം അറോഹോ ആൻഡ് കുബാർസി ഡ്യുവോ അത് വർക്കാവത്തില്ല. എസ്പെഷ്യലി കുബാർസി ലെഫ്റ്റ് സൈഡ് CB നമ്മൾ ചെക്കൻ്റെ കരിയർ നശിപ്പിക്കുന്ന ഒരു സിനാരിയിലോട്ട് പോകാം. അതിനപ്പുറത്ത് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സിനാരി എറിക് ഗാർഷ്യ പ്ലേയിങ് ആസ് എ ലെഫ്റ്റ് സൈഡ് CB, അല്ലെങ്കിൽ എറിക് ഗാർഷ്യ പിടിച്ച് ലെഫ്റ്റ് ബാക്ക് കളിപ്പിക്കുക ഇടയ്ക്ക് ബാൾഡേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ. എനിക്ക് അതേ പറയാനായിട്ടുള്ളൂ. എനിക്കറിയത്തില്ല ഈ ടീം എങ്ങനെ പോകുന്നു. മെയിൻ പ്ലേ നമുക്ക് ബോർഡിലോട്ട് തന്നെ വിടണം. ഇനീഗോ മാർട്ടിനസിന് ഈ സീസൺ സാക്രിഫൈസ് ചെയ്തത് ബോർഡിൻ്റെ ഗോൾ തന്നെയാണ്. ബ്ലെയിം ഗോളിലോട്ട് തന്നെ വരേണ്ട ഒരു ആവശ്യമുണ്ട് അവിടെ. പക്ഷേ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നത്തെ പിച്ചിലെ പെർഫോമൻസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമ്മളെക്കാളും മച്ച് ഫോക്കസ്ഡ് ആയിരുന്നു അവർ. ചെൽസി ഡിസേർവ്സ് ദിസ് വിൻ. സാഞ്ചസ് പോസ്റ്റ് പറഞ്ഞ ചില കമൻറ്റ്സ്, ഇത് യു ഹാവ് ടു പ്രൂവ് പ്രീമിയർ ലീഗ് വരെ, ആ ഒരു കമൻറ്റ് അതൊക്കെ നമ്മൾ അഗ്രി ചെയ്യുന്നില്ല. അത് ഓക്കെ കുറച്ച് ആവേശത്തിന് പുറത്ത് പറഞ്ഞതാവാം, പക്ഷേ എന്നാലും നമുക്ക് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും കിടക്കുന്നില്ല. സോ എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിലുള്ള കൂടുതൽ ഒപ്പീനിയൻ എന്ന് പറയാം? ഐ തിങ്ക് ദിസ് സീസൺ ഫോർ അസ് ഇസ് പ്രെറ്റി മച്ച് ഡൺ ഇൻ ദ ചാമ്പ്യൻസ് ലീഗ് എന്നൊരു ഫീലാണ് ഇപ്പോൾ ഉള്ളത്. പലരും ലാസ്റ്റ് സീസണിലെ PSG ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കുമായിരിക്കും. അതൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം PSG കവറേജ് സ്കെയിലിനെ ആഡ് ചെയ്തു, പിന്നെ ലീഗിൽ അവർക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ സംഭവം ഒന്നും ഇവിടെ ബാർസലോണയ്ക്കില്ല. സോ പെട്ടെന്ന് നോക്കൗട്ട് റൗണ്ടിലോട്ട് കത്തുമ്പോഴേക്കും ബാർസ വേറെ ഗ്രേവി ആവണമെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സ് എല്ലാം ഭയങ്കരമായിട്ട് ഫിറ്റായിട്ട് നിൽക്കണം. ജാനുവരിയിലൊരു അഡീഷനും കൊണ്ടുവരാൻ സാധിക്കണം, കവറേജ് സ്കെയിലുള്ളൊരു അഡീഷൻ. അതൊന്നും നടക്കുന്ന PSG ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല, അത് ബാർസയ്ക്ക് ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല. കൂടാതെ നമുക്ക് റെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ലീഗ് കിട്ടാനും പോകുന്നില്ല. സോ നമ്മൾ ഈ സീസൺ മിക്കവാറും ലീഗിലും കപ്പ് കോമ്പറ്റീഷനിലും എന്തെങ്കിലും കാണിക്കുമോ നോക്കാം, അതായത് ഡൊമസ്റ്റിക് കപ്പ് കോമ്പറ്റീഷനിലും. ചാമ്പ്യൻസ് ലീഗിലോട്ട് വരുമ്പം നമുക്ക് എന്തായാലും മിക്കവാറും നോക്കൗട്ട്സ് കളിക്കേണ്ടി വരും. അടുത്ത ഈ 3 ഫിക്സേഴ്സ് നമുക്ക് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. സ്ലാവിയ പ്രാഹ എവേ മാത്രമാണ് ഉള്ളത്, ബാക്കി 2 ഹോം മാച്ചുകളാണ്. കോപ്പൻഹേഗനും ഫ്രാങ്ക്ഫർട്ടും ഹോം മാച്ചുകളാണ്. പക്ഷേ ഈ 3 മാച്ചും ബാർസ ജയിക്കുമെന്നൊരു ഗ്യാരണ്ടിയില്ല. റൈറ്റ് നോ 15th സ്പോട്ടിലാണ്. ചെൽസി ടോപ്പ് 4ലോട്ട് കയറി.
സോ അടുത്ത 3 മാച്ച് ജയിച്ച് 9 പോയിന്റ് കയറുക, 16-ലെത്തുക. മറ്റ് മാച്ചുകൾ ഡിപ്പെൻഡ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഈ ടോപ്പ് 8 വെച്ച് ലക്ക് വൈസ് കയറാം. അല്ലാതെ വെച്ച് നോക്കാനായിട്ടാണെങ്കിൽ അസ് ഓഫ് നൗ നമ്മൾ നോക്കൗട്ട്സ് അടിച്ച് കയറണം. ആൻഡ് ഈ നോക്കൗട്ട്സിൽ സിറ്റി ഇന്നലെ സിറ്റി തോറ്റു, സിറ്റി വരാം, ലെവർകൂസൻ വരാം, നാപ്പോളി വരാം. ചെൽസിക്ക് ഇനി 3 ടഫ് ഫിക്സേഴ്സ് ആണ്. ചെൽസി നമുക്കറിയത്തില്ല ചെൽസിയുടെ സിറ്റുവേഷൻ ഇനി എന്താവുമെന്ന്. ചെൽസി അസ് ഓഫ് നൗ കയറുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമുക്കൊന്നും പറയത്തില്ല, ഫുട്ബോളാണ്. ആര് വേണമെങ്കിലും ഡ്രോപ്പ് ചെയ്യാം, ഏത് ഊനോസ് ഏതെങ്കിലും ടോപ്പ് ടീം താഴോട്ട് പോവാം, അവരുമായിട്ട് നോക്കൗട്ട്. കഴിഞ്ഞ സീസൺ റയൽ മാഡ്രിഡ് സിറ്റി വന്ന പോലെ വി മൈറ്റ് ഫേസ് സിറ്റി, ഒന്നും പറയാൻ പറ്റത്തില്ല. വി മൈറ്റ് ഫേസ് നാപ്പോളി, വി മൈറ്റ് ഫേസ് അറ്റ്ലാന്റ, വി മൈറ്റ് ഫേസ് ലെവർകൂസൻ. ആർക്കറിയാം ഡോർമണ്ട് നല്ലപോലെ കളിക്കുന്നവർ ഡോർമണ്ട് ചിലപ്പോൾ താഴെ നമ്മൾ ഇപ്പോഴത്തെ സിനാരിയോയിൽ ബൊറൂസിയ ഡോർമണ്ട് വേഴ്സസ് അസ് വന്നാൽ ദേ ആർ ഗോയിങ് ടു സ്മാഷ് അസ്. അതാണ് ഇപ്പോഴത്തെ സിനാരിയോ. സോ എനി ടീം, ഇവൻ മാർസേ വരുവാണ് ഇപ്പോൾ. മാർസേ ടോപ്പ്, മാർസേ ഇസ് പ്ലേയിങ് റിയലി ഗുഡ്. ഇന്നലെ അവർ ന്യൂക്കാസിനെ 2-1 തോപ്പിച്ചു. മാർസേ വേഴ്സസ് അസാണ് നോക്കൗട്ട്സ് വരുന്നതെങ്കിൽ, അതായത് റൗണ്ട് ഓഫ് 16 കിടക്കാനുള്ള പാച്ച് വരുന്നതെങ്കിൽ അസ് ഓഫ് നൗ മാർസേ നമ്മളെക്കാളും ബെറ്റർ ആയിട്ട് കളിക്കുന്നുണ്ട്. സോ എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിലോട്ട് വരുമ്പോൾ ഒപ്പീനിയൻ എന്ന് പറയാം? ഐ ആം റിയലി ഫ്രസ്ട്രേറ്റഡ്. ഈ സീസണിലെ അനദർ മോസ്റ്റ് ഫ്രസ്ട്രേറ്റിംഗ് ആ സെവിയ മാച്ച് പോലെ തന്നെ വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ചേഞ്ചുകൾ അനിവാര്യമാണ്. വി വിൽ ബി ബാക്ക്. നമ്മൾ ഈ സീസൺ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെ നിൽക്കാം. അത്ര ഇപ്പം പറയാനായിട്ടുള്ളൂ. പക്ഷേ ചേഞ്ചുകൾ അനിവാര്യമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.